ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രതിമൂർച്ച ലഭിക്കുക അഥവാ അവസാനമായിട്ടൊരു ആനന്ദമുണ്ടാകുക എന്നുള്ളത് അതിൻ്റെ സ്വാഭാവിക പരിണാമം മാത്രമാണ്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് രതിമൂർച്ച ഉണ്ടാകുന്നതോടുകൂടി കഠിനമായ വേദന അനുഭവപ്പെടുകയാണെങ്കിലോ രണ്ടാമത് ബന്ധപ്പെടാൻ തോന്നുകയില്ല എന്നുള്ളത് സത്യം. അതുകൂടാതെ തന്നെ ഈ വേദന കാലിലേക്ക്, അതുപോലെ തന്നെ തുടഭാഗത്തേക്ക്, അതുപോലെ തന്നെ അടിവയറ്റിലേക്ക് ഇതൊക്കെ കഠിനമായി അനുഭവപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടുന്ന ഒരു ദുസ്വപ്നമായി മാറാറുണ്ട്. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന ടേം ഡിസ്ഓർഗാസ്മിയ എന്നുള്ളതാണ്. അതുപോലെ ഇതിനു മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു ഡിസ്പര്യൂനിയ എന്നുള്ളതിനെക്കുറിച്ച്. ഈ ഡിസ്പര്യൂനിയ, ഡിസ്ഓർഗാസ്മിയ രണ്ടും വാക്കുകളിലൊരു ചെറിയ സാമ്യമുണ്ടെങ്കിലും രണ്ടും രണ്ടാണ്. ഡിസ്ഓർഗാസ്മിയ എന്ന് പറഞ്ഞാൽ ലൈംഗികമായി ബന്ധപ്പെട്ട് രതിമൂർച്ച ലഭിക്കുന്നവരെ യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല. എപ്പോൾ രതിമൂർച്ച ലഭിക്കുന്നോ അപ്പോൾ സ്ത്രീകളിലാണിത് കാണപ്പെടുന്നത്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിവയറ്റിൽ വേദന ഉണ്ടാകുന്നു, അത് കാലുകളിലേക്ക് വ്യാപിക്കുന്നു, തുടഭാഗത്തേക്ക് വ്യാപിക്കുന്നു. ഇങ്ങനെ കഠിനമായ വേദന അനുഭവപ്പെടുന്നു. ചിലർക്ക് ഒരു കാലിൽ മാത്രമായിരിക്കും വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്തരം വേദന അനുഭവപ്പെടുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത് ആഗ്രഹമുള്ള കാര്യമാണ്. ബന്ധപ്പെടണമെന്നുള്ള തോന്നൽ അവർക്കുണ്ട്. അവർ തീർച്ചയായും ഇതിന് സമ്മതിക്കും. പക്ഷെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രതിമൂർച്ച ലഭിച്ചാൽ, രതിമൂർച്ച ലഭിക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. രതിമൂർച്ച ലഭിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വേദനയിലേക്ക് പോകുന്നു. എത്രയും ദുഃഖകരമായ ഒരവസ്ഥയാണിത്. ഇത് പുരുഷനിലിങ്ങനെ ഉണ്ടാകാറുണ്ട്. അത് വേറൊരു രൂപത്തിലാണ്. ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോൾ രതിമൂർച്ച ഉണ്ടാകുന്നു അപ്പോൾ തലവേദന അനുഭവപ്പെടുന്ന, കഠിനമായ തലവേദന അനുഭവപ്പെടുന്ന അവസ്ഥ, അത് രതിമൂർച്ചയോടുകൂടി മാത്രമാണ് ഉണ്ടാകുന്നത്. അത് ചിലർക്ക് അത് രതിമൂർച്ച അനുഭവപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരാറുണ്ട്. പുരുഷന്മാരുടെ ഈ തലവേദന ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി വിശദമായ ഒരു വീഡിയോ അതിനെക്കുറിച്ച് വീണ്ടും ചെയ്യുന്നതാണ്. എന്നാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ ഡിസോർഗാസ്മിയ, അതായത് ലൈംഗിക രതിമൂർച്ചയോടുകൂടിയുള്ള അനുഭൂതിക്ക് പകരം കഠിനമായ വേദന അനുഭവപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. നമുക്ക് ലൈംഗിക ബന്ധത്തിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഇതിനെ കാണാം, വളരെ അപൂർവമാണെങ്കിൽ കൂടി. അതായത് ലൈംഗിക ബന്ധത്തോടുകൂടി രതിമൂർച്ച ഉണ്ടാകുന്നു. ആ രതിമൂർച്ചയോടനുബന്ധിച്ച് അഥവാ അതിന് ശേഷമോ കഠിനമായ വേദന അടിവയറ്റിലും മറ്റു ഭാഗങ്ങളിലും അതിനോടനുബന്ധിച്ച ഭാഗങ്ങളിലും കാലിലേക്കും തുടകളിലേക്കും വ്യാപിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ്. അതായത് ചിലപ്പോൾ ഫാലോപ്പിയൻ ട്യൂബിലോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിലോ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നാം ചോദിക്കും, ഇത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കാത്തത്? അതായത് ബന്ധപ്പെടുന്ന സമയത്ത്, ലൈംഗികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വേദന ഉണ്ടാകാത്തത്? സത്യം പറയട്ടെ, അത് ഡിസ്പര്യൂനിയ എന്ന ഒരവസ്ഥയാണ്. അത് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം, അതായത് അണുബാധയോ മറ്റോ ഉണ്ടെങ്കിൽ കഠിനമായ വേദന അനുഭവപ്പെടും. എന്നാൽ രതിമൂർച്ചയിലേക്ക് എത്തുമ്പോൾ ഗർഭപാത്രം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഫാലോപ്പിയൻ ട്യൂബ് അവയവങ്ങൾ, ഗർഭപാത്രത്തിനോടനുബന്ധിച്ചുള്ള അവയവങ്ങൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കൺട്രാക്ഷൻ വഴിക്കാണ് ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ലഭിക്കുന്നത്. ചില സ്ത്രീകളുടെ മലദ്വാരം, യോനി, ആ ഭാഗങ്ങളൊക്കെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതായി കാണപ്പെടുന്നുമുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥകളിൽ ഇങ്ങനെ അണുബാധയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രതിമൂർച്ചയോടനുബന്ധിച്ച് വേദന അനുഭവപ്പെടുന്നു. അണുബാധയാണെങ്കിൽ നമുക്കത് ചികിത്സിച്ച് മാറ്റാം. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രോജൻ്റെ കുറവ്, അതായത് ഹോർമോണിൻ്റെ കുറവുണ്ടെങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹോർമോണിൻ്റെ കുറവ് വരികയാണെങ്കിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് രതിമൂർച്ചയിലെത്തുമ്പോൾ ഈ രീതിയിലുള്ള വേദന അനുഭവപ്പെടുന്നതായി കാണാം. ചിലർക്ക് ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, ന്യൂറോൺ സംബന്ധമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണെങ്കിലും ഈ രീതിയിലുള്ള വേദന അനുഭവപ്പെടും. അപ്പോൾ ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ലഭിച്ചു കഴിഞ്ഞു, വേദന ആരംഭിക്കുകയായി. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു താല്പര്യം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത്. ഇതിനെ നമുക്ക് ഡിസ്പര്യൂനിയയുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഡിസ്പര്യൂനിയയിൽ തുടക്കത്തിൽ തന്നെ എപ്പോൾ ലിംഗം യോനിക്കുള്ളിലേക്ക് കടക്കുന്നോ അപ്പോൾ തന്നെ വേദന അനുഭവപ്പെടുന്നതായി കാണാം.
അത് മാത്രമല്ല ആ വേദന മൂലം ചിലപ്പോൾ ലൈംഗിക ബന്ധം നിർത്തിവെക്കേണ്ടതായും വരാറുണ്ട്. ഇനി രണ്ടാമത് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ഇത്തരം ഈ വേദന അതായത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധം തുടങ്ങാൻ തന്നെ സാധിക്കാത്ത ഒരവസ്ഥ വരും. അങ്ങനെയാണ് സാധാരണ ഇതിൽ കാണപ്പെടുന്നത് ഡിസ്പെരൂനിയുള്ള വ്യക്തികളിൽ, അതായത് ലൈംഗിക ബന്ധത്തോടനുബന്ധിച്ചുള്ള വേദനയുള്ളവരിൽ. ഇത്തരം വ്യക്തികൾക്കും അണുബാധയാകാം, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളാകാം. ആ രീതിയിൽ വരുമ്പോൾ അവർക്കത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന കാര്യമാണ്. ഡിസോർഗാസ്മി എന്ന് പറയുമ്പോൾ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം അനുഭവപ്പെടുന്നതുകൊണ്ട് അതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നതുകൊണ്ട് അത് ചികിത്സിക്കാൻ സാധാരണ ഇതിൽ തയ്യാറാകാറില്ല. സ്ത്രീകൾ ഇതേ സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തെങ്ങനെ പറയും, ഒരു ഡോക്ടറെ എങ്ങനെ സമീപിക്കുമെന്നുള്ള ഒരു പ്രശ്നം കൊണ്ട്, ആ ഒരു ജാള്യത കൊണ്ടും അതുപോലെ തന്നെ ഭയപ്പാട് കൊണ്ടും അവരത് മറച്ചു വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാനൊരു കാര്യം പറയാം, ഇത്തരം രോഗങ്ങൾക്ക് അതായത് ഡിസ്പെരൂനിയ ആവട്ടെ ഡിസോർഗാസ്മി ആവട്ടെ അതാത് സമയത്ത് ചികിത്സിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്, അല്ലാതെ പരിഹാരമില്ലാത്ത ഒന്നല്ല. ഇനി എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട്. അതായത് ഗർഭപാത്രത്തിന് 3 പാളികളാണുള്ളത്. ഒന്ന്, അതിൻ്റെ ഏറ്റവും ഉള്ളിലെ പാളിയാണ് എൻഡോമെട്രിയം. ആ എൻഡോമെട്രിയം പുറത്തെവിടെയെങ്കിലും വളരുകയാണെങ്കിൽ ഡിസോർഗാസ്മിയ ഉണ്ടാകാറുണ്ട്. അതായത് ഗർഭപാത്രം ചുരുങ്ങുന്നത് പോലെ തന്നെ ആ ഭാഗവും ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും ഓർഗാസം ലഭിക്കുമ്പോൾ. അങ്ങനെ വരികയാണെങ്കിൽ ആ പാർട്ടിൽ സർജിക്കൽ മാർഗങ്ങളിലൂടെ ശസ്ത്രക്രിയയിലൂടെ മറ്റോ മാറ്റം ചെയ്യേണ്ടതായും വരും. അപ്പോൾ നാം ഒരു സ്കാൻ ചെയ്ത് എൻഡോമെട്രിയോസ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതും പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഇനി എല്ലാ സ്ത്രീകളിലും തന്നെ ഗർഭപാത്രത്തിനുള്ളിൽ ചെറിയ രീതിയിലുള്ള മുഴകൾ കാണാറുണ്ട്. ഫൈബ്രോയിഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് വളരെയധികം വലുതല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് സാധാരണ ഇതിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അതിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും അത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസം തന്നെയാണ്. എല്ലാ സ്ത്രീകളിലും അത് കാണപ്പെടുന്നുണ്ട്, ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ. ഇതില്ലാത്ത സ്ത്രീകളും ഉണ്ടെന്ന് മാത്രം. എന്നാൽ ഒരു കാര്യം പറയട്ടെ, യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഈ ഡിസോർഗാസ്മി ഉണ്ടാകാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗർഭപാത്രം അത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥ ഓർഗാസത്തോടുകൂടി അത് രതിമൂർച്ച അനുഭവപ്പെടുന്നുണ്ട്. എപ്പോൾ രതിമൂർച്ച അനുഭവപ്പെടുന്നു അപ്പോൾ ഗർഭപാത്രം ചുരുങ്ങുകയും വികസിക്കുകയും അത് ആ രീതിയിൽ ഒരു അനുഭൂതി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ ഈ ഫൈബ്രോയിഡ് ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വേദനാജനകമായി മാറാറുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫൈബ്രോയിഡ് ഗർഭപാത്രത്തിന് പുറത്തേക്ക് വളർന്ന് അത് വളരെയധികം, അതായത് പുക്കിൾക്കൊടി വരെ എത്താറുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇത്തരം സ്ത്രീകൾക്ക് സാധാരണയായി ലൈംഗികമായി ബന്ധപ്പെടുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും വേദന അനുഭവപ്പെടും. അത് ബന്ധപ്പെടുന്ന അവസ്ഥയിലല്ല, ഓർഗാസം ഉണ്ടാകുന്ന അവസ്ഥയിൽ. അതിൻ്റെ കാരണം ഇവരുടെ ഈ ഗർഭപാത്രം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ആ അവസ്ഥയിൽ അത് മറ്റ് അവയവങ്ങളെ, ഞരമ്പുകളെ ഞെക്കാം, അതുപോലെ തന്നെ കുടലിനെ ഞെക്കാം, അതുപോലെ മറ്റ് അവയവങ്ങളെ ഞെക്കുന്നതോടുകൂടി ഇതിനകത്തേക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കി കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു സ്ത്രീയുടെ ഉള്ളു പരിശോധിച്ചപ്പോൾ അവരുടെ ഗർഭപാത്രത്തിൽ ടച്ച് ചെയ്തപ്പോൾ തന്നെ അവരുടെ പുക്കിൾക്കൊടിയുടെ അവിടെ ഒരു മുഴ കാണപ്പെടുകയുണ്ടായി. അങ്ങനെ മുഴ കാണപ്പെട്ടപ്പോൾ ഇത് സ്വാഭാവികമായി ഗർഭപാത്രം അത്ര എത്തുന്ന ഒരു അവയവമല്ല, പ്രത്യേകിച്ച് 40-45 വയസ്സുള്ളൊരു സ്ത്രീയുടെ. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അവരുടെ ഗർഭപാത്രം വളർന്നിട്ട്, അതായത് ഈ ഫൈബ്രോയിഡ് വളർന്നിട്ട് വളരെയധികം പുക്കിൾക്കൊടിയുടെ അപ്പുറത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ആ രീതിയിൽ ലോവർ അബ്ഡോമൻ, താഴത്തെ വയറ് മൊത്തം ഉൾക്കൊള്ളുന്ന രീതിയിൽ ചിലപ്പോൾ ഗർഭപാത്രം വളർന്നു പോകാറുണ്ട്. അത് ഉടനടി നീക്കം ചെയ്തില്ലെങ്കിൽ മറ്റ് അവയവങ്ങളെ, അതായത് ദഹന പ്രക്രിയയെ പോലും ബാധിക്കുന്ന ഒന്നായി മാറാറുണ്ട്. ഇത് നാം അറിയാതെ മുന്നോട്ട് പോവുകയും ബന്ധപ്പെടുമ്പോൾ വേദനയാണ്, അത് ഇനി ബന്ധപ്പെടേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുകയല്ല വേണ്ടത്. ബന്ധപ്പെടുമ്പോൾ വേദനയുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഈ രീതിയിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത്, ഇതുപോലെ തന്നെ സിസ്റ്റ് ഉണ്ടാകാറുണ്ട്, ചില മുഴകൾ ഉണ്ടാകാറുണ്ട്. അണ്ഡാശയത്തിലും ഗർഭപാത്രത്തിലും മറ്റു രീതിയിലുള്ള മുഴകൾ ഉണ്ടാകാറുണ്ട്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മുഴകളും ഈ ഗർഭപാത്രം രതിമൂർച്ചയോടുകൂടി ഗർഭപാത്രം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും അവിടെ അത് ക്ഷതമേൽപ്പിക്കുന്നു, വേദന അനുഭവപ്പെടുന്നു. കാലിലേക്ക് പോകുന്ന ഞരമ്പുകൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണെങ്കിൽ, അതായത് ഗർഭപാത്രം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ രതിമൂർച്ചയോടനുബന്ധിച്ച്, അതായത്
രതിമൂർച്ചയോടനുബന്ധിച്ച് ഈ ഗർഭപാത്രത്തിൻ്റെ വികസനവും ചുരുങ്ങലും ഈ ഞരമ്പുകളെ ബാധിക്കുകയാണെങ്കിൽ അവിടെയും വേദന അനുഭവപ്പെടുന്നതായി കാണാം. ഇനി മറ്റൊരു കാര്യം, സിസ്റ്റോ മറ്റതോ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൻ്റെ വളർച്ച കൂടുന്തോറും ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം രതിമൂർച്ച അനുഭവപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വേദന അനുഭവപ്പെടുന്നതായി കാണാറുണ്ട്. അപ്പോൾ വേദന അനുഭവപ്പെടുന്നു എന്നുള്ളത് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. വീണ്ടും ബന്ധപ്പെടാതിരിക്കുകയല്ല വേണ്ടത്. ഡോക്ടറെ കണ്ടിട്ട് ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എന്തെല്ലാം പരിശോധനകളാണ് നടത്തേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സ്കാനിങ് ചെയ്യുന്നതോടുകൂടി നമുക്കറിയാൻ പറ്റും ഗർഭപാത്രത്തിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ തന്നെ എൻഡോമെട്രിയം മറ്റേതെങ്കിലും ഭാഗത്ത് വളർന്നിട്ടുണ്ടോ, സിസ്റ്റുകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. അതിനുശേഷം ഹോർമോൺ സ്റ്റഡി നടത്തണം. സാധാരണഗതിയിൽ ഈസ്ട്രോജനാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഹോർമോൺ. എന്നിരുന്നാലും ശരി, FSH, LH അതുപോലെയുള്ള എല്ലാ ഹോർമോണുകളും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഹോർമോണിൽ വ്യതിയാനം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി പരിശോധിക്കണം. പിന്നെ ഞരമ്പുകളുടെ കാര്യത്തിൽ ബയോതെസ്മിയോമെട്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഞരമ്പുകളുടെ സ്ഥിതി എങ്ങനെയാണ്, ഞരമ്പുകൾക്ക് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ അതും മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെയുള്ള പരിശോധനകൾ വഴി ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം രതിമൂർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന വേദനയുടെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാനും അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് വരുവാനും ചെയ്യും. ഒരു കാരണവശാലും ഇത്തരം ലൈംഗികമായുള്ള പ്രശ്നങ്ങളെ ലൈംഗികത ഒഴിവാക്കിക്കൊണ്ടല്ല ചികിത്സിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന എന്താണ്, അതായത് ഗർഭപാത്രത്തിലെ പ്രശ്നങ്ങളാണോ, ഫാലോപ്പിയൻ ട്യൂബിലെ പ്രശ്നങ്ങളാണോ, അടിവയറ്റിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ, ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഹോർമോൺ സംബന്ധമായ പ്രശ്നമാണോ, ഇതെല്ലാം നാം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സയിലേക്ക് വരികയാണ് വേണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ, ലൈംഗികതയെക്കുറിച്ചുള്ള ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങളിവിടെ നിന്നും ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ്. നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതുമാണ്. നന്ദി, നമസ്കാരം.